കലാപത്തിന്റെ 650 ദിനങ്ങൾ, 250-ലേറെ കൊലപാതകങ്ങളും ആക്രമണത്താൽ എല്ലാം നഷ്ടപ്പെട്ട 6000-ത്തിലധികം ജനങ്ങളും ഒടുവിൽ ഒന്നും ചെയ്യാനാകാതെ ബീരേൻ സിംഗ് രാജിവെച്ചു. BJP MP-മാർക്കും MLA-മാർക്കും മന്ത്രിമാർക്കും ഒപ്പം ഇന്ന് വൈകിട്ട് ഗവർണർ അജയ് കുമാർ ഭല്ലയെ കണ്ട് രാജിക്കത്ത് നൽകി. നാളെ ബജറ്റ് സമ്മേളനം ആരംഭിക്കാനിരിക്കെ മണിപ്പൂർ നിയമസഭയിൽ പ്രതിപക്ഷം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അവിശ്വാസം കൊണ്ടുവരാൻ ഒരുങ്ങിയിരുന്നു. ഭരണകക്ഷി അംഗങ്ങളുടെ അടക്കം പിന്തുണയോടെ പ്രമേയം പാസ്സാകുമെന്ന ഭയമാണ് മുഖ്യമന്ത്രിയുടെ രാജിയിലേക്ക് നയിച്ചത്. ബീരേൻ സിംഗ് ഡൽഹിയിലെത്തി അമിത്ഷായെ കണ്ടു. കേന്ദ്ര നേതൃത്വത്തിന്റെ കൂടി അഭിപ്രായം അറിഞ്ഞ ശേഷമായിരുന്നു രാജി. ഏറെ നാളായി പുകഞ്ഞുനീറിയ പ്രതിഷേധത്തിന്റെ അവസാനം സ്വന്തം പാർട്ടിയിൽ നിന്നും ബീരേൻ സിംഗിനെതിരെ പടയൊരുക്കം ശക്തമായിരുന്നു. മന്ത്രിമാരുടെ വീടുകൾ നിരന്തരം ആക്രമിക്കപ്പെട്ടതും അതൃപ്തിക്ക് വഴിവെച്ചു. മറ്റു മാർഗങ്ങളില്ലാതെ ഒടുവിൽ സമ്മർദ്ദത്തിന് വഴങ്ങി മണിപ്പൂർ മുഖ്യമന്ത്രി. ജനങ്ങളെ സേവിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് എന്നും മണിപ്പൂരികളുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ചുള്ള പ്രവർത്തനം കേന്ദ്ര സർക്കാർ തുടരണമെന്നും രാജിക്കത്തിൽ ബീരേൻ സിംഗ് പറയുന്നു. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.